മണക്കാട് പഞ്ചായത്തിലെ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ നടന്ന ലൈബ്രറി ഫെസ്റ്റ് സമാപിച്ചു. സാംസ്കാരിക ഘോഷയാത്രയായിരുന്നു സമാപനത്തോടനുബന്ധിച്ചുള്ള പ്രധാന പരിപാടി. ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിവിധ പരിപാടികൾ കോർത്തിണക്കി ഡിസംബർ 15 മുതൽ ജനുവരി 6 വരെയായിരുന്നു ലൈബ്രറി ഫെസ്റ്റ് നടന്നത്. ഇന്ന് സ്ത്രീ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഈ വിഷയം ഞാൻ ഓർമ്മിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു കോളേജിൽ ഡിബേറ്റിനായിട്ട് സംവാദത്തിനായിട്ട് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും സംബന്ധിച്ചപ്പോൾ എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് 3-4 കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്ന് എന്താ സ്ത്രീ സമൂഹം എന്ത് വെല്ലുവിളിയാണ് നേരിടുന്നത്, ഞങ്ങളെക്കാളും തലപ്പത്തല്ലേ നിങ്ങളൊക്കെ കയറിയിരിക്കുന്നത്. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയുണ്ടായി പെൺകുട്ടികളോട്. അവന് കുറച്ച് തമാശയും എന്നാൽ കുറച്ച് കാര്യമായിട്ടാണ്, എന്താ ഞങ്ങളല്ലേ ഇന്ന് നിങ്ങളെ കൊണ്ട് വെല്ലുവിളികൾ നേരിടുന്നത് എന്ന് ഒരു യുവാവ് ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം, എവിടെയെങ്കിലും നിങ്ങളെ ഒന്ന് അറിഞ്ഞോ അറിയാതെ നിങ്ങളോടൊരു വാക്കുരിയാടിയാൽ വിത്തൗട്ട് ട്രയൽ നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം വന്നിരിക്കുന്നു. നിങ്ങൾ വീടുകളിൽ നിങ്ങൾക്ക് എതിരെ ഭർത്താക്കന്മാർ പോലും എന്തെങ്കിലും സംസാരിച്ചു പോയാൽ നിങ്ങൾക്ക് ഞങ്ങളെ പ്രതികൂട്ടിലാക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ച് ഇദ്ദേഹം കത്തിക്കയറുകയുണ്ടായി. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ നില ഇന്ന് എവിടെയാണ്. ഞാൻ പറയുകയാണ്, ഇന്ന് ഞാനിവിടെ വന്നപ്പോ നമ്മുടെ സഹോദരിമാര് ഒരുപക്ഷെ ഒന്നും ഉണ്ടായിട്ടല്ല, അവരിയ്ക്കുന്നത് 1-2 നിര ഒഴിച്ചിട്ടിട്ടാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെയല്ല. ഇത് ഓർമ്മിക്കണം. ഇവിടെ ഞാനൊരു പുരുഷ വിദ്വേഷിയൊന്നുമല്ല, ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് എന്റെ ഭർത്താവിനോട് ഒത്തിരി റെസ്പെക്ട് ഉണ്ട്. എനിക്ക് 2 ആൺമക്കളാണ്, പെൺകുട്ടി പോലും ഇല്ല. ഞാൻ എന്റെ മക്കളെ പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ 2 പ്രാവശ്യം പറഞ്ഞേ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറിയിരുന്നത്. അപ്പൊ നമ്മൾ എവിടെയൊക്കെയോ നമുക്ക് സമൂഹം പാരമ്പര്യമായിട്ട് കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പരിമിതികൾ, അല്ലെങ്കിൽ നമുക്കൊരു